ദേശീയ രാഷ്ട്രീയത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയാവുകയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം VBG റാംജി പദ്ധതി അവതരിപ്പിച്ചപ്പോൾ രാഹുൽ സഭയിലില്ലാത്തതിൽ പല ഇന്ത്യ മുന്നണി നേതാക്കളും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അനവസരത്തിലെ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയിൽ കോൺഗ്രസിലും അമർഷമുയർന്നു കഴിഞ്ഞു. രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി നയിക്കണം എന്ന ആവശ്യം വരെ കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ ഉയരുകയാണ്. ഭാരത് ജോഡോ യാത്രയിലൂടെ മിനുക്കിയെടുത്ത പ്രതിച്ഛായയുടെ കരുത്തിലാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നയിച്ചത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തുന്നതിലും ആർക്കും മറുവാക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുകയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ശീതകാല സമ്മേളനം, ലോകം വാഴ്ത്തിയ ഒന്നാം UPA സർക്കാരിന്റെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരും പദ്ധതിയുടെ സത്വവും മാറ്റിക്കൊണ്ടുള്ള ബില്ല് സർക്കാർ അപ്രതീക്ഷിതമായി അവതരിപ്പിച്ച് പാസാക്കിയെടുത്തത് ഈ സമ്മേളനത്തിലാണ്. मुझे विकसित भारत, गारंटी फॉर रोजगार एंड आजीविका मिशन ग्रामीण VBG रामजी, विकसित भारत जी रामजी बिल 2025 को सभा में पूरा स्थापित करने की अनुमति दी जाए. നടുത്തളത്തിലിറങ്ങിയും സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയും വരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ അഭാവം പ്രകടമായിരുന്നു. ഇൻഷുറൻസ് മേഖലയിൽ 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുന്ന പുതിയ ബില്ലും ആണവോർജ ബില്ലും അവതരിപ്പിക്കുമ്പോഴും നേതാവ് സഭയിലില്ലായിരുന്നു. മുൻ നിശ്ചയിച്ച ജർമ്മൻ സന്ദർശനത്തിലായിരുന്നു രാഹുൽ ഗാന്ധി. DMKയും സമാജ്വാദി പാർട്ടിയും സഖ്യയോഗത്തിൽ രാഹുലിന്റെ അസാന്നിധ്യത്തെ ചോദ്യം ചെയ്തെങ്കിൽ പരസ്യ വിമർശനവുമായി ജോൺ ബ്രിട്ടാസ് MP രംഗത്ത് വന്നു. ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെന്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്. ഇവിടെ ഈ ആൾക്കാർ രാവും പകലും ഇരുന്നിട്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സഡസ് എന്താണ് ഏത് വണ്ടിയാണ് BMW മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു, കാറിൽ കയറി പരിശോധിക്കുന്നു. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ BMW അവിടെ ഇല്ലേ? ആ കമ്പനി പോവുക, അവിടുന്ന് പൂട്ടിപ്പോവുക. ഞങ്ങൾ ഇതിനകത്ത് ഒരു വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുക. ആ ഡിവിഷൻ ആവശ്യപ്പെട്ട് ഓരോരുത്തർ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആ ബില്ലിനെതിരെ വോട്ട് ചെയ്തില്ല എന്ന് വരുന്നത് വലിയ കളങ്കമായിരിക്കില്ലേ? സഖ്യകക്ഷികളുടെ വിമർശനങ്ങൾക്കിടെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും രാഹുലിന് പകരം പ്രിയങ്കയ്ക്കായുള്ള മുറവിളികൾ കൂടി ഉയരുന്നത്. പ്രിയങ്ക ഗാന്ധിയെ മുൻനിർത്തി പ്രവർത്തിക്കണമെന്ന് കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് ആവശ്യപ്പെട്ടു. अरे राहुल जी भी वही करेंगे, राहुल जी भी तो वही हैं. राहुल जी और प्रियंका जी कोई अलग अलग थोड़ी हैं. ये चेहरे के ऊपर 2 आंखें हैं. ये इंदिरा गांधी के पोता पोती हैं. ये 2 आंखें हैं, इनको अलग अलग मत देखो. പ്രിയങ്ക യോഗി എന്ന് വ്യക്തമാക്കി ഭർത്താവ് റോബർട്ട് വാദ്രയും രംഗത്ത് വന്നു കഴിഞ്ഞു. वो सब की मांग होती है, मांग तो सब जगह से है कि प्रियंका आए, और मांग तो ये भी है कि मैं राजनीति में आऊं. पर लोगों अभी जो असल मुद्दे हैं उस पर ध्यान देना चाहिए हमें. വോട്ട് കൊള്ളയും ജാതി സെൻസസും മുഖ്യ പ്രചാരണായുധമാക്കിയ രാഹുൽ ഗാന്ധി രാജ്യത്തെ 14 കോടിയോളം പാവപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി വിഷയത്തിൽ പ്രതിഷേധം ഏറ്റെടുക്കാത്തതിൽ മുതിർന്ന നേതാക്കൾക്ക് വരെ അതൃപ്തിയുണ്ട്. BJPയുടെ പരിഹാസങ്ങൾക്കപ്പുറം ഇന്ത്യ മുന്നണിക്കും പാർട്ടിക്കും ഉള്ളിൽ നിന്ന് തന്നെ രാഹുലിനെതിരെ ഗൗരവമുള്ള വിമർശനങ്ങൾ വരുമ്പോൾ നെഹ്റു കുടുംബത്തിലെ അധികാര കൈമാറ്റത്തിന് സമയമായോ എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.